എനിക്കൊന്നേ പറയാനുള്ളൂ, ഉദാഹരണക്കുറവുണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നൊന്നും നിങ്ങൾ തോന്നരുത്. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കളയരുത്, നിങ്ങളുടെ ജോലിയിലുള്ള ശ്രദ്ധ കുറയരുത്, ഫാമിലി ലൈഫിൽ ഒരു വിള്ളലുണ്ടാവരുത്. ഇന്നത്തെ ഈ കാലത്ത് ടെക്നോളജി ഇത്രത്തോളം വളർന്നു കഴിഞ്ഞു, നിങ്ങളുടെ ഉദാഹരണക്കുറവ് മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. ഇത് തുറന്നു പറയാനോ ഡിസ്കസ് ചെയ്യാനോ മടി കാണിക്കേണ്ട. ഇതിന് ഫൈനൽ സൊല്യൂഷൻ ഒരു മരുന്നുകളോ കാര്യങ്ങളോ മറ്റു പല എക്സസൈസുകളോ പ്ലാസ്മ തെറാപ്പിയോ ഫലിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പിനാൽ ഇംപ്ലാന്റ് ഒരു ഫൈനൽ സൊല്യൂഷനാണ്. ഇംപ്ലാന്റ് സർജറി വളരെ ലളിതമായി 30 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു സർജറിയാണ്. നിങ്ങൾ എത്ര വയസ്സ് കൂടിയ ആളായാലും ശരി, ഇംപ്ലാന്റ് സർജറിയുടെ നിങ്ങളുടെ യുവത്വത്തിലേക്ക് തീർച്ചയായും തിരിച്ചു പോകാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ് മെയിൽ ഹെൽത്തിനെ കുറിച്ച്. ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ റെക്ടൽ ഡിസ്ഫങ്ഷൻ. ആക്ച്വലി ഞാനൊരു റോബോട്ടിക് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജനാണ്. ഈ റെക്ടൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണക്കുറവ് എന്ന രോഗം ഞാൻ ഒരുപാട് കണ്ടുവരുന്നത് കൊണ്ടാണ് ഇതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുകയും ആ ട്രീറ്റ്മെൻറ്റും കൂടി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉൾപ്പെടുത്തുകയും ഒരുപാട് രോഗികൾക്ക് അതിലൂടെ ഒരു സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. തുടക്കത്തിൽ നമ്മൾ അറിയണം ഉദാഹരണക്കുറവ് എന്താണെന്ന്. 50 മുതൽ 70% വരെ 40 വയസ്സ് മുതൽ 80 വയസ്സുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ റെക്ടൽ ഡിസ്ഫങ്ഷൻ. അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് പരിപൂർണമായി ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ. ഇതിനാണ് ഉദാഹരണക്കുറവെന്ന് പറയുന്നത്. ഉദാഹരണക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും ഇത് സൈലൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഒന്ന്, അതിന് പരിഹാരമുണ്ടോ? സെൽഫ് കോൺഫിഡൻസ് മെയിൽസിൽ പോവുക, ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുക. ഫാമിലിയിൽ തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഉദാഹരണക്കുറവ്. പക്ഷെ വളരെയധികം കുറച്ചാണ് ഇത് സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ബട്ട് ഇന്ന് ഇപ്പോഴത്തെ ഒരു ഇതിൽ സന്തോഷകരമായ കാരണം എന്താ വെച്ചാൽ കാര്യം ഞാൻ ഓർക്കണം. ഇപ്പം ഞങ്ങളിതിൻ്റെ ചികിത്സ തുടങ്ങും 8 വർഷമായിട്ട് ഞങ്ങളുടെ ഇതിൽ സ്ഥാപനത്തിൽ വളരെയധികം മോഡേൺ ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുന്ന ഇപ്പോൾ വരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉദാഹരണക്കുറവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ആ കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണക്കുറവിൻ്റെ പ്രധാന കാരണം ലിംഗത്തിലേക്കുള്ള രക്തോട്ടക്കുറവാണ് നമ്മൾ കാണുന്നത്. മറ്റു പല കാരണങ്ങളായ സൈക്കോളജിക്കൽ കാരണങ്ങൾ, ഹോർമോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രക്തോട്ടക്കുറവാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉദാഹരണക്കുറവ് ഹൃദയരോഗത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും ഒരു വാർണിംഗ് സൈനായും കൂടി കണക്കാക്കിയെടുക്കണം നമ്മൾ. കാരണം ലിംഗത്തിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ ലിംഗത്തിലേക്ക് മാത്രമായിട്ടില്ല, ശരീരത്തിലുള്ള മറ്റുള്ള അവയവങ്ങൾ, ഹാർട്ടിലേക്ക് പോകുമ്പോൾ ഹൃദയരോഗം, ബ്രെയിനിലേക്ക് പറയുമ്പോൾ സ്ട്രോക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടും. പക്ഷേ ലിംഗത്തിനുള്ള ഉദാഹരണമൊക്കെ നമുക്ക് വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ള അസുഖങ്ങളെ പോലെയല്ല. അപ്പം ഉദാഹരണക്കുറവുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ടെസ്റ്റുകൾ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയരോഗത്തിനും സ്ട്രോക്കിനുള്ള വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ട് രക്തോട്ടം കുറയുമ്പോൾ ഉദാഹരണക്കുറവ് ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരു വൺ മാൻ ടു മാൻ ടോക്കാക്കി കണക്കാക്കിയാൽ മതി. ഒരു പുരുഷനോട് ഞാൻ സംസാരിക്കും, എന്നെ ഡോക്ടറാക്കി നിങ്ങൾ കാണണ്ട. കാരണം ഒരുപാട് സൊസൈറ്റിയിൽ ഈ ഒരു ഉദാഹരണക്കുറവുകൊണ്ട് അവർ സെൽഫ് കോൺഫിഡൻസ് പോവുക, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, അങ്ങനെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് കാണുന്നതിനെ കൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുക. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോട് സംസാരിക്കുന്ന ലാഘവത്തോടെ ഈ ടോക്ക് എടുത്താൽ മതി. രക്തോട്ടം കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലിംഗത്തിലുള്ള പേശികളും ഇതെല്ലാം പയ്യെ അത് ചെത്തുപോവുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഉദാഹരണക്കുറവ് നമുക്ക് മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ജീവനില്ലാത്ത ടിഷ്യൂസിൽ കുറച്ച് ജീവൻ തരികയും ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റെഗുലറായിട്ട് എക്സസൈസ്, മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഇതിനാണ് ഇവിടെ പ്ലാസ്മ തെറാപ്പിയുടെ ഒരു പ്രാധാന്യം. നമ്മൾ ഉദാഹരണക്കുറഞ്ഞ ടെസ്റ്റുകളെല്ലാം കണ്ടുപിടിച്ച്, ഞാൻ ടെസ്റ്റുകളിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ആ കാരണം എന്താ കണ്ടുപിടിച്ച ശേഷം നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ രോഗിക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഗുണം കിട്ടിത്തുടങ്ങും. ഗുണം കിട്ടിക്കഴിഞ്ഞുമ്പോൾ രോഗി തിരിച്ചു വരുന്നത് കുറേ പേര് വരാറില്ല. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ട് കാണരുത്, അങ്ങനെ ചെയ്യരുത്. മരുന്ന് കഴിച്ച് നമുക്ക് ഉദാഹരണം നോർമൽ ആവുക, കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യണം. അപ്പം തന്നെ ഡോക്ടറെ റിവ്യൂ ചെയ്യണം. അടുത്തുള്ള യൂറോളജിസ്റ്റെ കണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയ പ്ലാസ്മ തെറാപ്പി ഉതകും. മരുന്ന് കഴിച്ച് റെസ്പോൺസ് ഉണ്ടെങ്കിൽ പ്ലാസ്മ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ രക്തക്കൊഴലുകളും മാംസങ്ങളൊക്കെ നാമ്പെടുത്ത് വരികയും നമുക്ക് ഉദാഹരണക്കുറവിനൊരു മുക്തി നേടാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വരിക, എല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം മരുന്ന് കഴിച്ചിട്ട് ഗുണമില്ലെങ്കിൽ പ്ലാസ്മ തെറാപ്പി എടുത്തിട്ട് ഗുണവും കിട്ടില്ല. പ്ലാസ്മ തെറാപ്പി എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് നമുക്ക് അതിലുള്ള മരുന്നുകൾ ആഡ് ചെയ്തിട്ട് ലിംഗത്തിലേക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു പ്രക്രിയയാണ് പ്ലാസ്മ തെറാപ്പി. ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് കൊണ്ട് ക്ലിനിക്കിൽ നിന്ന് ചെയ്തിട്ട് പോകാവുന്ന ഒരു ഡേ കെയർ
പ്രൊസീജിയറാണ്. അത് എല്ലാവർക്കും ഗുണം ചെയ്യില്ല. മരുന്ന് കൊണ്ട് കഴിച്ച് റെസ്പോൺസ് ഉള്ളവർക്ക് മാത്രമേ പ്ലാസ്മ തെറാപ്പി കൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. ഈ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഗുണം കിട്ടുന്നില്ലെങ്കിൽ ഒരു ഫൈനൽ സൊല്യൂഷനാണ് ഇപ്പം നമ്മൾ ഒത്തിരി രോഗികൾക്ക് സക്സസ്ഫുള്ളായിട്ട് പിനൈൽ ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് ലിംഗത്തിന് ഫിറ്റ് ചെയ്യുകയും ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ ഒരു 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയുടെ പിനാൽ ഇംപ്ലാന്റ് സർജറി പൂർത്തീകരിക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 3 മുതൽ 4 ആഴ്ച കൊണ്ട് 20-ാം വയസ്സിലേക്ക് രോഗി തിരിച്ചെത്തുകയാണ്. പിന്നെ നമ്മൾ മരണം വരെ നമ്മൾക്ക് ലൈംഗിക ശക്തി വളരെയധികം ഈ പിനാൽ ഇംപ്ലാന്റ് കൊണ്ട് ഉപകാരപ്പെടും. ഇതിൽ ഇംപ്ലാന്റ് സർജറിയെ കുറിച്ച് തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇപ്പം ഞാൻ എത്രയോ 1000-കണക്കിന് ഇംപ്ലാന്റ് സർജറി ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് 2 ഇംപ്ലാന്റ്സ് എനിക്ക് ഫെയിലിയർ ആയിട്ടുണ്ട്. ഒന്ന് ഓർക്കുന്നു, ഞാനത് തുടക്കത്തിലുള്ള ആ കേസിന് ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആക്കാതെ വന്നപ്പോൾ ആ ലിംഗത്തിന് നമുക്ക് ആ ഇംപ്ലാന്റ് എടുത്ത് കളയേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ രോഗി ഒമാനിൽ നിന്ന് വന്ന പേഷ്യൻസ് ഇംപ്ലാന്റ് വേദന കൊണ്ട് അയാൾക്ക് എടുത്ത് കളയേണ്ടത്. അത് 2 മാത്രം ഞാൻ ഇത്ര 1000-കണക്കിന് ഇംപ്ലാന്റ് ചെയ്ത് ഇതിലൊരു ഫെയിലിയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കേസ്. സാധാരണഗതിയിൽ ഇംപ്ലാന്റ് സർജറി ഇപ്പോഴത്തെ രീതിയിൽ വരുന്നത് തുർക്കിയിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുകയും നമ്മളും ടർക്കിഷിയുടെ എക്യുപ്മെൻറ്റ്സ് USA ആൻഡ് ടർക്കി ഈ 2 രാജ്യങ്ങളിലുള്ള ഇംപ്ലാന്റ്സ് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ജർമ്മനി, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിലും ഇംപ്ലാന്റ്സ് വരുന്നത്. ഇന്ത്യയിലുള്ള ഇംപ്ലാന്റ് ഏറ്റവും വില കുറഞ്ഞ ഒരു ടൈപ്പ് ഇംപ്ലാന്റ് കിട്ടുന്നുണ്ട്. ചില രോഗികൾക്ക് അത് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. ഇംപ്ലാന്റ് വെച്ച് സർജറി ചെയ്ത് കഴിഞ്ഞ രോഗികൾക്ക് പല സംശയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് മാലിയബിൾ, അതായത് ഒരു റോഡ് മാത്രം, പിന്നെ ഒരു ഓട്ടോമാറ്റിക്കായി വരുന്ന ഒരു 3 പീസ്. ഈ 2ൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞു തരാം. 2 സർജറിയും നമുക്ക് ഏകദേശം 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഡയബറ്റിസ് ഉള്ള രോഗികളാണെങ്കിൽ ഷുഗർ പ്രത്യേകിച്ചും നല്ല വണ്ണം കൺട്രോൾഡ് ആയ ശേഷം മാത്രമേ ഈ സർജറിയിലേക്ക് റിക്രൂട്ട് ചെയ്യാവൂ. രോഗികൾക്കുള്ള ഒരു സംശയമാണ്, ഡോക്ടർ ഈ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ പറ്റും? തീർച്ചയായും ഈ ഇംപ്ലാന്റ് സർജറിയിലൂടെ നോർമൽ സെക്ഷൽ ഫീലിങ്ങിലായിരിക്കും. നോർമൽ ആ അനുഭൂതിയും കിട്ടും, ശുക്ലം നോർമലായിട്ട് വരികയും ചെയ്യും. മാത്രമല്ല കുട്ടികൾ ഉണ്ടാവേണ്ട ആ പ്രായം ഏജ് ആണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് മിമിക് എ നാച്ചുറൽ ഇറക്ഷൻ എന്ന് പറയാം. അത്രയും ഡെവലപ്ഡ് ആണ് ഈ ഇംപ്ലാന്റ് എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ ലഭിക്കുന്നത്, മാർക്കറ്റിൽ വരുന്നത്. പ്രത്യേകിച്ചും തുർക്കിയുടെ ഇംപ്ലാന്റ്സ് വളരെയധികം ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. കാരണം ലോകത്തിൽ തന്നെ കൂടുതൽ ഇംപ്ലാന്റ് സർജറി ചെയ്യുന്ന വൺ ഓഫ് ദി കൺട്രീസ് ടർക്കി, സെക്കൻഡ് ഇസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, രണ്ടാമത് രോഗികൾക്കുള്ള ഒരു സംശയമാണ്, ഡോക്ടർ ഈ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർക്ക് മനസ്സിലാവുമോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും ഈ ഇംപ്ലാന്റ് സർജറി ഇപ്പോഴത്തെ ഹൈലി മോഡിഫൈഡ് ചില ഇംപ്ലാന്റ് സർജറി 2 ടൈപ്പ് ഉണ്ട്. കൺസീൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്, തീരെ പെട്ടെന്ന് മനസ്സിലാവാത്തതാണ്. 3 പീസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് മിമിക് നാച്ചുറൽ ഇറക്ഷനാണ്. 3 പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സ്ക്രോട്ടത്തിലാണ് അതിൻ്റെ കൺട്രോൾ വാൾവുകൾ. നമ്മൾ സ്ക്രോട്ടത്തിൽ ഒരു 2 മിനിറ്റ്സ് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ലിംഗം നോർമലായിട്ട് ഉദ്ധാരം വരികയും ബന്ധപ്പെടുകയും ചെയ്യാം. പിന്നെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴാനും പറ്റും. അപ്പോൾ ഇത് ഒരു ദിവസത്തിൽ എത്ര തവണ ബന്ധപ്പെടുകയാണെങ്കിലും ഇതിൽ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുന്ന പേഷ്യൻസിന് ഹോർമോൺ കുറവാണെങ്കിൽ ഹോർമോണിൻ്റെ ടാബ്ലറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുക വെച്ചാൽ രോഗിക്ക് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയാണ്. കൂടുതൽ പെട്ടെന്ന് അവർ മെൻ്റൽ ഡിപ്രഷന് ഔട്ട് ആവുകയും നോർമൽ ലൈഫിലേക്കും ലീഡ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഈ ഇംപ്ലാന്റ് സർജറി പാർട്ട്ണർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കതിന് ശാരീരികമായ ഡിഫോമിറ്റി ഉണ്ടാക്കുന്നതോ അല്ല. ഇത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. മൂന്നാമത്തെ ഉള്ളൊരു ചോദ്യമാണ്, ഡോക്ടർ ഇതിന് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ മൂത്രമൊഴിക്കാനോ ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും 100% മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾ ആ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഈ ഇംപ്ലാന്റ് വെക്കുക തന്നെ ചെയ്യുന്നത്. അഥവാ മൂത്രമൊഴിക്കാൻ വല്ല ബുദ്ധിമുട്ടുള്ളതാണ് അതിനൊരു പരിഹാരം കണ്ടിട്ടാണ് നമ്മൾ ഇംപ്ലാന്റ് സർജറി സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പേഷ്യൻസിനുള്ള ഒരു ചോദ്യങ്ങളാണ് ഇതെല്ലാം. നാലാമതൊരു ചോദ്യമാണ്, ഡോക്ടർ ഞാൻ എയർപോർട്ടിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഷർട്ട് ഇടുക, പാൻറ് ഇടുക, ഇൻസൈഡൊക്കെ ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് അത് പൊന്തി നിൽക്കുമെന്നൊക്കെ ഉള്ളത്, അതൊക്കെ തുടക്കത്തിലെ ഇംപ്ലാന്റ്സിനുള്ള ഒരു പോരായ്മയായിരുന്നു. ഇപ്പോൾ ഉള്ള വരുന്ന ഹൈലി മാലിബിൾ ഇപ്പം വരുന്ന ന്യൂ ഇംപ്ലാന്റ്സ് റിജിക്കോൺസ് ഒക്കെ ഫ്ലൂയിഡ് ഫിൽഡാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് നോർമൽ ലുക്കിംഗ് പെന്നിസ് ആൻഡ് നോർമൽ സെക്ഷൽ ലൈഫാണ്. അടുത്തൊരു രോഗികൾക്കുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ്, ലിംഗത്തിന് വലുപ്പം കൂട്ടാൻ പറ്റുമോ ഇതിന് വെച്ച്. തീർച്ചയായും ഇംപ്ലാന്റിൻ്റെ ലിംഗത്തിൻ്റെ ഗർത്ത്, അതായത് ഗർത്ത് കൂട്ടാൻ പറ്റും.
ഈ ഇംപ്ലാന്റ്സ് വെക്കുന്ന സമയത്ത് ലെങ്ത് എത്ര ലെങ്ത് ഉള്ളത് അതിൻ്റെ മാക്സിമം നമുക്ക് കിട്ടും. ഒരു പരിധിയിൽ കൂടുതലുള്ള ലെങ്ത് പ്രതീക്ഷിക്കരുത്. അപ്പം ഒരു രോഗി ഈ ശസ്ത്രക്രിയക്ക് വിധേയനാവുകയാണെങ്കിൽ ചെയ്യുന്ന ഡോക്ടറോട് ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കണം ഇംപ്ലാന്റ് വെക്കുമ്പോൾ ലെങ്ത് കൂടുമെന്ന്. ആ മാക്സിമം ലെങ്ത് ഉള്ളതാണ് കിട്ടുക, ലെങ്ത് അതിനാണ് ഇടുക. അതിൽ കൂടുതൽ ലെങ്ത് വരികയാണെങ്കിൽ ലിംഗത്തിന് ഡാമേജ് വരും. ഓക്കെ, പക്ഷെ ഗർത്ത് തടി നമുക്ക് മാക്സിമം ഇതിലേക്ക് വരുത്തിക്കാൻ പറ്റും. വേറൊരു ചോദ്യമാണ് ലിംഗത്തിൻ്റെ ഇത് വരുമ്പോൾ എത്ര പ്രാവശ്യം ബന്ധപ്പെടാൻ പറ്റും, എത്രയാണ് ഇതിൻ്റെ കാലാവധി കിട്ടുക ഡോക്ടർ എന്നൊക്കെ. ഇപ്പോഴത്തെ ഇംപ്ലാന്റ് ഒക്കെ വെച്ച് 25-30 ഇയേഴ്സിൻ്റെ ഒക്കെ ഡ്യൂറബിലിറ്റിയാണ് ഈ കമ്പനീസ് പറയുന്നത്. കാരണം ഇതിനൊക്കെ ലൈഫ് ലോങ്, ഫോർ എക്സാമ്പിൾ മറ്റു പല ജർമ്മനിയിൽ നിന്ന് വരുന്ന പ്രൊമിഡോൺ, മറ്റേ തുർക്കിയിൽ നിന്ന് വരുന്ന റിജിക്കോൺ, US നിന്ന് വരുന്ന റിജിക്കോൺ, അങ്ങനെ ഒരുപാട് ബോസ്റ്റൺ കമ്പനി, അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് ആണ് ഉള്ളത്. ഇതിലൊക്കെ ഇപ്പം ഇമ്പോർട്ടൻസ് എന്ന് പറയുക ഒരുപാട് കമ്പനികൾ ലോങ് ലൈഫാണ് പ്രഡിക്റ്റ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ആ മാലിബിൾ, അതായത് ആ റിജിഡിറ്റി ഒരിക്കലും കുറയുന്നില്ല. അത്ര ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അതിൽ. കെമിക്കൽ സിലിക്കോൺ ഇംപ്ലാന്റ്സ് ആണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇംപ്ലാന്റിനെ കുറിച്ച് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനുള്ള സംശയമാണ് ഇതിന് എത്ര ചിലവ് വരുന്നു. ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് 40,000 മുതൽ 50,000 വരെ, 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ഇംപ്ലാന്റ്സ് ഇന്ന് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരവരുടെ പോക്കറ്റിന് ചേർന്ന രീതിയിൽ ഉള്ള ഇംപ്ലാന്റ് നമുക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു കൊടുക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഉദാഹരണക്കുറവ് വെച്ച് നിങ്ങൾ ഡിപ്രസ്ഡ് ആവണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ന് സാങ്കേതികത വളരെയധികം മാറിയിട്ടുണ്ട്. ഇതിന് പൂർണ്ണ പരിഹാരമുണ്ട്. 100% ഒരു സൊല്യൂഷനുള്ള ഒരു അസുഖമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഇത് നിങ്ങൾ ഒരു ഡോക്ടറോട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം, ഏത് യൂറോളജിസ്റ്റിനോട് കണ്ട് തുറന്ന് സംസാരിക്കണം. അതിനുള്ളൊരു പരിഹാരം തേടിയതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ ജോലിയിലുള്ള കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ഫാമിലി ലൈഫ് എല്ലാം നോർമലാകുക, ഒരു സന്തോഷമായ ജീവിതം നയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ന് ഈ മോഡേൺ സയൻസിലും ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക.